ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇത്ര വർഷം മുന്നേ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷന് ഹൗ മൈ ട്രാൻസ്ഫോർമേഷൻ ലുക്സ് ലൈക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്ന പലവർക്കും വരുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും തോന്നിക്കാണും ഇത് ഫുഡ് എന്തായിരുന്നു, എക്സസൈസ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി വന്ന മെസ്സേജുകളിൽ എല്ലാവരും ചോദിച്ച ഫസ്റ്റത്തെ കാര്യം ഫുഡ്, അത് നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഫുഡിൻ്റെ ഒരു ഇൻടേക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയണം. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇൻവോൾവ്, കാരണം ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയി പോകും. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്ഡ് ഔട്ട് ആവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം, ഇതൊക്കെ പറയുന്നതിൻ്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതലേ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്, ഞാൻ അവിടുന്ന് മുതലേ ഞാൻ അത്യാവശ്യം ഭക്ഷണം, അതായത് രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഐറ്റംസ് എനിക്ക് ഇഷ്ടമല്ല, എണ്ണയിൽ പൊരിക്കുന്നത് ഒരുപാട് കഴിക്കില്ലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ, കാരണം ഉപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു വാരി വലിച്ചുള്ള കഴിപ്പില്ലായിരുന്നു. അത് മെയിനായിട്ട് ആ ഒരു ടൈമിൽ, ഇപ്പോൾ നമുക്ക് പീരീഡ്സ് ആവുന്ന ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് കുറച്ചൊരു നമ്മൾ വണ്ണം വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഏജ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് വണ്ണം വെക്കുന്ന ഒരു സിനാരിയോ വരുന്നുണ്ട്. ആ ഒരു വണ്ണം വെച്ചത് പിന്നെ ഞാൻ കുറഞ്ഞപ്പം 5-8 വർഷം എടുത്തു. ഓക്കെ, അപ്പം പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം, തടി കുറയ്ക്കണം അല്ലെങ്കിൽ എന്നുള്ള ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ആവുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഫസ്റ്റ് ഞാൻ ശ്രദ്ധ കൊടുത്തത് തടി കുറയ്ക്കുക. കാരണം 70 റേഞ്ചിലുള്ള എൻ്റെ വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 55-56 കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിന് കുറച്ച് മാസങ്ങളിൽ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഫുഡ് തീരെ കഴിക്കില്ല, ഉച്ചക്കത്തെ ഫുഡ് വളരെ കുറച്ച് കഴിക്കും, രാവിലെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തും ചിലപ്പം ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. അതൊരു 1-2 മാസമൊക്കെ. പിന്നീട് ഞാനങ്ങ് മറ്റേ എണീറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് ഞാൻ എത്തിയിരുന്നു. അതിലാണ് എനിക്ക് പ്രഷർ കുറയും, ഷുഗർ കുറയും. യെസ്, ഓഫ് കോഴ്സ്, നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പ്രഷറും ഷുഗറൊക്കെ നമുക്ക് കുറയില്ലേ. ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെയല്ല കിട്ടുന്നത്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ, എല്ലാം ചിലപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല, അത് ഞാൻ ആദ്യം തന്നെ പറയാണ് കേട്ടോ. ഡിന്നർ ഞാൻ ചെയ്തിരുന്നത് ആഴ്ചയിൽ 1 ഇടവിട്ടിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, പോമഗ്രാനൈറ്റ്, കാപ്സിക്കം, ക്യാരറ്റ്, ബീട്രൂട്ട്, ഈ 4 സാധനങ്ങൾ കട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, അതുപോലെ തന്നെ ഒരു പോമഗ്രാനൈറ്റ്, ഒരു കാപ്സിക്കം, ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 7 മണി ആ ടൈമിൽ ഞാൻ ഇരുന്ന് കഴിക്കും. ഓക്കെ, അത് കഴിച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ഇത് 1 ഇടവിട്ട് ഞാൻ ചെയ്തിരുന്നു. ഈ നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഒരുപാട് പഞ്ചസാര യൂസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ അധികം ഒന്നെങ്കിൽ അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ചെയ്തിരുന്നത് ഹണി, തേന് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങ് കുടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് ഞാൻ ഡ്രാസ്റ്റിക്കായിട്ട് എൻ്റെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ആ സമയത്ത് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങാടി പലഹാരങ്ങൾ പൊതുവേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങാടി പലഹാരങ്ങൾ കഴിക്കില്ലായിരുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വിടൂല, നല്ല പോലെ കഴിക്കും. പക്ഷെ കഴിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല, എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ വാരി വലിച്ചങ്ങ് കഴിക്കും, അങ്ങനെയായിരുന്നു. അതങ്ങ് കുറച്ചു. അതായത് ബേക്കറി ഐറ്റംസ്, ഈ ബിസ്ക്കറ്റ്സ് പോലുള്ള, കാരണം ബിസ്ക്കറ്റ്സ് എനിക്ക് തോന്നുന്നു അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് ചാടുന്ന ഒരു പ്രശ്നം വരുമെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു. അതുപോലെ തന്നെ ലേസ്, മിക്സ്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് കുറച്ചു. പിന്നെ ഞാൻ ഈ ടൈമിൽ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ താത്ത മെഡിസിൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. അവളും കുറേ ഫുഡ് ചാർട്ടും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചെയ്തിരുന്നത്, ഹോസ്റ്റലായതുകൊണ്ട് തന്നെ നോൺ വെജ് ഇൻടേക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു, ഒരുപാട്. പിന്നെ രാവിലെ ഉഴുന്നടങ്ങിയിട്ടുള്ള ഇഡ്ഡലി, ദോശ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഇപ്പം നമ്മൾ പറയില്ല രാജാവിനെ പോലെ കഴിക്കണം, അതുപോലെ തന്നെയായിരുന്നു. നല്ല പോലെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിരുന്നു.
പിന്നെ വെറും വയറ്റിൽ ഞാൻ എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമാണ് 3 നെല്ലിക്ക ക്ലാസ്സിന് പോകുന്നത്. കാരണം ചിലപ്പോൾ ക്ലാസ് നേരത്തെ ഉണ്ടാവും, ആ ടൈമിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ചെന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 3 നെല്ലിക്ക വെറും വയറ്റിൽ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും 3 നെല്ലിക്ക കൊണ്ട് എന്താണ് ശരീരത്തിന് സംഭവിക്കുന്നത്. നെല്ലിക്ക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വിറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എനിക്ക് ശരീരം മെലിഞ്ഞതിലും എൻ്റെ സ്കിന്നിലുള്ള ചേഞ്ചസ് ആണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു 6 to 1 ഇയർ ആയപ്പോഴേക്കും എൻ്റെ ഓരോ ഷെയ്ഡ് 1 ഷെയ്ഡ് ഇതായി 2 ഷെയ്ഡ് അങ്ങനത്തെ രീതിയിൽ എനിക്ക് ചേഞ്ചസ് വരാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വയറ് കുറയണം അല്ലെങ്കിൽ നമുക്ക് ശരീരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അധികം ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ എണീറ്റാൽ ഫുഡ് കഴിക്കില്ല. എന്നിട്ട് ഒരു ഉച്ച വരെ 2 മണി 3 മണി വരെ അങ്ങനെ അങ്ങ് പോകും. 3:30 4 മണിയാകുമ്പോഴേക്കും നമുക്ക് എന്താ കിട്ടണം അതങ്ങ് നമ്മളങ്ങ് വാരി വലിച്ചങ്ങ് കഴിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. അത് അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ ചെയ്യുന്നതാണ് രാവിലത്തെ ഉച്ചക്കത്തെ കഴിക്കും, പിന്നെ ആ ഉച്ച മുതൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ ഒരു സാധനം കഴിക്കില്ല. അതുകൊണ്ടും കാര്യമില്ല. എന്നെ സംബന്ധിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് നിറഞ്ഞിട്ട് അൾസർ വന്ന് സെയിം ടൈം നമുക്ക് വയറ് കൂടുകയാണ് ചെയ്യുന്നത്, ഗ്യാസ് നിറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം 5 മീൽസ് എന്ന് പറയുന്ന 5 ടൈംസ് ഫുഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ രാവിലെ ഞാൻ നെല്ലിക്ക കഴിക്കുന്നത് ഒരു ടൈം ഫുഡ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അത് ഞാൻ നല്ലപോലെ വയറ് നിറച്ച് തന്നെ ഞാൻ കഴിക്കാറുണ്ട്. അതിലൊരു കോംപ്രമൈസും രാവിലത്തെ ഫുഡിൽ ഞാൻ ചെയ്യാറില്ല. ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ടൈം പങ്ക്ച്വാലിറ്റി നിർബന്ധമായിട്ടും കീപ്പ് ചെയ്തിരിക്കണം. 1 മണിക്കാണെന്നുണ്ടെങ്കിൽ 1:15 1:30 അല്ലെങ്കിൽ 12:50 ഇതൊരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഈ 1 മണിക്ക് ഇന്ന് കഴിച്ചിട്ട് നാളെ ഒരു 3 മണിക്ക് കഴിക്കുക, അത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വല്ലാണ്ട് കൊളാപ്സ് ചെയ്യിപ്പിക്കും. ഇപ്പം നമുക്കായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അതിങ്ങനെ ടൈം തെറ്റുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. സെയിം ആണ് നമ്മുടെ കുടലിനും നമ്മുടെ വയറിനും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് 1.5 കോരി ചോറ് മാക്സിമം എടുക്കും. അതിലോട്ട് ഈ പറയുന്ന ഉപ്പേരി, മോര്, സാമ്പാർ, കറി ഞാൻ പറയുന്നത് എല്ലാവരും എങ്ങനെ കഴിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കറി, അതായത് ലൈക്ക് ഒരു സൂപ്പ് പോലെയാണ് കറി നല്ലവണ്ണം പാർന്നിട്ട് കുഴച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അങ്ങനെ നമുക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ വരില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് അടുത്ത ദിവസം ടോയ്ലറ്റ് പോകാൻ പറ്റും. കാരണം നമുക്ക് ഈ അടിഞ്ഞു കൂടുന്ന സമയത്താണല്ലോ നമുക്ക് വയറ്റിൽ നമ്മൾ ചിലരുണ്ടാവും 2, 3, 4 വട്ടമൊക്കെ വയറ്റുന്നു പോകുന്നവർ. അതായത് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി അപ്പോഴേക്ക് പോകും ബാത്റൂമിലോട്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡൈജഷൻ ശോധനം ശരിക്കും സംഭവിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു തവണ നല്ലപോലെ നമുക്ക് ടോയ്ലറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കന്ന് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും ഒരുപാടൊക്കെ കഴിക്കേണ്ട ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ രാത്രി ചിലപ്പോൾ നമുക്കത് വന്നുകൂടായില്ല. അപ്പം അത് നല്ലപോലെ കറി പാർന്ന് കഴിക്കും. പിന്നെ ഒരു 3, കാരണം ഞാൻ 1.5 കോരി ചോറ് തിന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് വിശക്കും. ഒരു 3-3:30 സമയമാകുമ്പോൾ എൻ്റെ ബാഗിൽ ഒന്നെങ്കിൽ ഡേറ്റ്സ് ഉണ്ടാവും. അധികവും ഞാൻ ഡേറ്റ്സാണ് കഴിക്കുക. അധികം എന്ന് പറഞ്ഞാൽ 95% ഡേറ്റ്സാണ്. ഒരു 5-6 ഡേറ്റ്സ് കഴിച്ചിട്ട് ആ മിഡ് മീൽ തീർക്കും. അതൊരു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു റൊട്ടീൻ പോലെ ചെയ്തു എന്നുള്ളതിൽ ഫസ്റ്റത്തെ ഒരു മാസമൊക്കെ എനിക്കിത് ഭയങ്കരമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതൊരു ശീലമായിട്ട് മാറി. ഈ ഒരു കാര്യം ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ കഴിച്ചില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വരുന്ന രീതിയിൽ എനിക്കതൊരു എൻ്റെ ജീവിത ശൈലിയായിട്ട് അങ്ങ് മാറി. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ 6-7 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഡിന്നർ അങ്ങ് തീർക്കും. 9 മണിയാകുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു 9 മണിയാകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ജ്യൂസ് വേണമെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് 1-2 ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നല്ലാണ്ട് ഒന്നും കഴിക്കില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ചെയ്തിരുന്ന വലിയൊരു വിഷയമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ വെള്ളം കുടിക്കാറുണ്ടെങ്കിൽ കുറേ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് ഒരു കുപ്പി, നല്ല രസമുള്ള ഒരു കുപ്പി അങ്ങ് വാങ്ങിക്കും, എന്നിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് ഇങ്ങനെ കുടിക്കും. ഇത് 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം അവർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ഒരു ജോലിയായിട്ട് ഒരിക്കലും എടുക്കരുത്. നമ്മളുടെ ബോഡി ഇപ്പോൾ ഒരു ചെടിക്ക് വെള്ളം നനച്ച് കൊടുക്കുന്ന സമയത്ത് ആ ചെടി ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചെടി എത്ര ഫ്രഷ് ആയിട്ടാണ് നിൽക്കുക. ദ സെയിം വേ ആണ് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് തന്നെ അത് മൊത്തത്തിൽ ഒരു നല്ലൊരു പോസിറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്.
സോ എൻ്റെ ഒരു ഫുഡ് ചാർട്ട് മൊത്തത്തിൽ ഇങ്ങനെയായിരുന്നു. ഇത് പിന്നെ എൻ്റെ ശീലമായിട്ട് മാറി. അതുപോലെ തന്നെ ഞാൻ മീൻ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ മീൻ കഴിക്കും. അതുപോലെ തന്നെ മട്ടൻ നല്ലപോലെ ഞാൻ കഴിക്കും. പൊതുവേ ബീഫ് കഴിക്കുമെങ്കിൽ കുറച്ച് കുറവാണ്, പക്ഷെ അത്ര താല്പര്യപ്പെട്ട് കഴിക്കാറില്ല. ആൻഡ് ചിക്കൻ ആൾസോ വലിയതായിട്ട് താല്പര്യപ്പെട്ട് കഴിക്കലില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ചാർട്ട്, അതുപോലെ തന്നെ ഫിഷ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആവാറായി എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ഫുഡ് ചാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ അതൊരു ശീലമായപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് മാറുന്നപ്പോൾ, കല്യാണം കഴിയുമ്പോൾ നമുക്കത് ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിലല്ല, അല്ലെ നമ്മളുടെ ഇതിലല്ല, നമുക്ക് മാറും. പക്ഷേ കഴിയുന്നതും നമ്മളുടെ എനിക്ക് റൊട്ടീനായ ശീലങ്ങൾ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോയിരുന്നു. ഇടയിൽ എപ്പോഴെങ്കിലും ചേഞ്ചസ് വരുമ്പം അതെനിക്ക് കാണാറുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും എൻ്റെ ഫുഡ് ചാർട്ടിന് ഡിഫറൻസ് ചെയ്യുമ്പം എൻ്റെ ശരീരത്തിൽ വെയിറ്റ് വരുന്നതായാലും എൻ്റെ സ്കിന്നിന് ചേഞ്ചസ് വരുന്നതായാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ശീലമായി മാറും. പിന്നെ അതൊരു റൊട്ടീൻ, അതായത് പിന്നെ അതൊരു കമ്പലായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതൊരു ശീലമായി. ഇപ്പോൾ നമ്മൾ ഡെയിലി കുളിക്കുന്ന പോലെ, എല്ലാവരും ഡെയിലി കുളിക്കാറുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതുപോലെ അതൊരു ശീലമായി മാറും. പിന്നെ നിങ്ങളുടെ ലൈഫ് തന്നെ അതിലോട്ടങ്ങ് അഡാപ്റ്റ് ആയി പോയിക്കോളും. പിന്നെയാണ് എൻ്റെ സിസ്റ്ററായാലും ഇവരൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു 56, ചിലപ്പോൾ ഒരു 57 അല്ല ഒരു 55 ഇങ്ങനെ പറയുന്ന ഒരു വെയിറ്റിലങ്ങ് മാനേജ് ചെയ്ത് പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ ആ ടൈമിൽ ഫോളോ ചെയ്തിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഡേറ്റ്സ് കഴിക്കാൻ പൈസ ഉള്ളവർക്കേ പറ്റുള്ളൂ, ഡ്രൈ ഫ്രൂട്ട്സ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കിലോന് 120-150 രൂപ വരെ വരുന്ന ഈത്തപ്പഴം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എങ്ങനെ വന്നാലും 4 എണ്ണം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു മാസത്തിലധികം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസത്തിന് നമ്മൾ എത്ര എക്സ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാതെ നമ്മളെ കൊണ്ട് പറ്റും എന്ന് കരുതി നമ്മൾ മുന്നോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ 6 മാസം 1 കൊല്ലം കൊണ്ടൊന്നും, എന്നെപ്പോലെ 3 to 4 അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഫുഡ് ഹാബിറ്റ് കൊണ്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ഏകദേശ രീതി കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിർത്താതെ പറഞ്ഞിട്ടെന്ന് തോന്നുന്നു, എപ്പോഴും പറയുന്ന പോലെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ, നല്ല മനസ്സ്, ഹെൽത്തി ആയിട്ടുള്ള മനസ്സുള്ളവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. സോ എപ്പോഴും സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ബൈ. അസ്സലാമു അലൈക്കും.